വെൽക്കം ബാക്ക് ടു ടെൻസ് ഇംഗ്ലീഷ്. നമ്മൾ വൗൾ സൗണ്ടുകളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ 4 എണ്ണം ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളിത് 5ാമത്തെ വൗൾ സൗണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വന്നിട്ട് എ, വെറുതെ എ. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഇ എന്നതാണ് നമ്മൾ കാണുമ്പോഴാണെങ്കിൽ, പക്ഷെ നമ്മൾ ഇന്റർനാഷണൽ ഫൊണറ്റിക് ആൽഫബറ്റിൽ അതിന്റെ സൗണ്ട് ഇങ്ങനെയാണ് എ. വളരെ സിമ്പിൾ ആണ് എ. അതിന്റെ സാമ്പിൾ നമുക്ക് കാണാം. എഗ്, എ G, egg. Set, S A T, set. Neck, N E K, neck. Yet, Y E T, yet. Bread, B R E D, bread. Wealth, W E L T, wealth. അവസാനം ഇങ്ങനെ പൂജ്യം പോലെ ഇട്ട് വെട്ടുന്നതാണ് സീറ്റ എന്ന് നമ്മൾക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ. പക്ഷെ അത് സൗണ്ട് എങ്ങനെയാണ്? വെൽത്ത്. ഇപ്പൊ വെൽത്ത് അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത് വെൽത്ത്. വീണ്ടും ഹെവി, ഹ് എ വി ഇ, ഹെവി. സാധാരണ പോലെ നമുക്ക് ഇതിന്റെ പല സ്പെല്ലിങ്ങുകളിലൂടെ ഈ സ്വരം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്പെല്ലിങ്ങുകൾ വ്യത്യാസമുണ്ട്, പക്ഷെ സ്വരം എ എന്ന് നിൽക്കുന്ന വാക്കുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്പെല്ലിംഗ് പഠിക്കാം, സ്വരം പഠിക്കാം, വാക്കുകൾ പഠിക്കാം. താങ്ക് യു സോ മച്ച്. നമുക്ക് കുറച്ച് സാമ്പിൾ വാക്കുകളിലൂടെ പോകാം. ഇവിടെ ഇ എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ എ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബെൽ, ബ് എ ൽ, ബെൽ. Egg, E G. Leg, L E G, leg. Next, N E K S T, next. Set, S E T, set. Went, W E N T, went. 10, T A N, 10. അത് പ്ലോസി സൗണ്ടാണ്. ട് പ്ലോസി സൗണ്ടാണ്. അത് നമ്മൾ ആസ്പിരേറ്റ് ചെയ്യണം. ഠ, ഹ ഇഫക്റ്റോടുകൂടി നമ്മളത് പറയേണ്ടി വരും. 10. നെറ്റ്, ന് എ ട്, നെറ്റ്. ബെസ്റ്റ്, ബ് എ സ് ട്, ബെസ്റ്റ്. എൻഡ്, E N D, end. Let, L E T, let. Pen, വീണ്ടും പ്ലോസി സൗണ്ടാണ്. അത് നമ്മൾ അടിച്ചു പറയണം. പെൻ, P E N, pen. Spend, S P E N D, spend. Wet, W E T, wet. Hen, H E N, hen. Nest, N E S T, nest. Bet, B E T, bet. Get, G E T, get. അപ്പോൾ ഗ സൗണ്ട് വരുന്നത് നോക്കുക. ഗ ജി പോലെ ഇരിക്കും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജി. ഗ, ഗെറ്റ്. മെറ്റ്, മ എ ട്, മെറ്റ്. സെൽ, സ് എ ൽ, സെൽ. ടെൽ, ട് എ ൽ, ടെൽ. വെൻ, വ എ N, when. Red, R E D, red. Lemon, L E M A N, lemon. Desk, D E S K, desk. Help, H E L P, help. Neck,
ന് എ ഖ് neck. Send. S E N D. Send. Well. W E L. Well. Yes. Y E S. Yes. അപ്പോൾ വൈക്ക് പൊതുവെ വരുന്നൊരു ഇഫക്റ്റ് ഉണ്ട്. യ അത് സിംഗിൾ കോൺസണൻ്റ് ആണ്. IPA ചാർട്ടിൽ തന്നെ ഏറ്റവും അവസാനം കിടക്കുന്നതാണ് യ. സോ യ എ സ് യെസ്. മെൻ മ എ ന്. യെറ്റ് വീണ്ടും യ വന്നിട്ടുണ്ട്. യ എ ട് യെറ്റ്. ഇനി ഈ എ എന്നുള്ള സ്പെല്ലിങ് വരികയും എന്നാൽ അതിന് എ സ്വരം കിട്ടുന്ന വാക്കുകളാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. ബ്രെഡ് ബ ർ എ ഡ് ബ്രെഡ്. ഹെവി ഹ എ വ ഇ ഹെവി. സ്പ്രെഡ് സ് പ് ർ എ ഡ് സ്പ്രെഡ്. ഫെദർ ഫ് എ ദ എ ർ ഫെദർ. അവിടെ നോക്കുക, ഡി ഇങ്ങനെ ചരിച്ചിട്ടിട്ട് ആ വള്ളിയിൽ വെട്ടുകയാണ്. അപ്പോൾ ദ എന്നുള്ള സ്വര കിട്ടുക. വീണ്ടും അതിനുശേഷം ശ്വാസ സൗണ്ട് വരുന്നത് എ ആണ്. വീണ്ടും നമ്മൾ റേസ്റ്റ് റ് അവിടെ കാണുന്നു. റേസ്റ്റ് റ് ഞാൻ വീണ്ടും പറയുകയാണ്. റ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്വല്പം അവിടെ പറയാം, അല്ലെങ്കിൽ ടോട്ടലി യു ക്യാൻ ഡ്രോപ്പ് ഇറ്റ്. അപ്പോൾ ഫ് എ ദ എ ർ ഫെദർ. റെഡി ർ എ ഡ് ഇ റെഡി. സ്റ്റഡി സ് ട് എ ഡ് ഇ സ്റ്റഡി. ഹെഡ് ഹ് എ ഡ് ഹെഡ്. സ്വെറ്റ് സ് വ എ ട് സ്വെറ്റ്. വെൽത്ത് വ എ ൽ. നോക്കുക, അവിടെ വെൽത്ത് എന്നുള്ള അവസാനം THൽ എൻഡ് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ത എന്ന് പറയാൻ പാടില്ല. തീറ്റ സിമ്പിളാണ് അവിടെ ഉള്ളത്. അത് 0 വരച്ചിട്ട് നടുക്ക് വെട്ടുകയാണ്. അപ്പോൾ അതിന് സ എന്നുള്ളൊരു സ്വര കിട്ടുക. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം എപ്പോഴും. TH വരുമ്പോഴത്തേക്ക് എല്ലാം അതിന്, അല്ലെങ്കിൽ ഒരിക്കലും ത എന്നുള്ളത് ഇംഗ്ലീഷിലില്ല. രണ്ടെണ്ണമേ ഉള്ളൂ. അതൊന്ന് ഒന്നെങ്കിൽ അത് ദ ആയിരിക്കും, അല്ലെങ്കിൽ സ ആയിരിക്കും. ഇവിടെ അത് സ ആണ്. അപ്പോൾ വ എ ൽ സ് വെൽത്ത്. വീണ്ടും ഹെൽത്ത് ഹ് എ ൽ സ് ഹെൽത്ത്. ത്രെഡ് സ് ർ എ ഡ് ത്രെഡ്. അപ്പോൾ നമ്മളിവിടെ ഹെൽത്ത് എന്നോ ത്രെഡ് എന്നോ പറയാൻ പാടില്ല. ഹെൽത്ത് ത്രെഡ്. അടുത്ത് നോക്കുക, വെദർ വ എ ദ എ ർ. കണ്ടോ, അവിടെ TH വന്നപ്പോൾ അവിടെ ദ സ്വര വരുന്നത്. വീണ്ടും അതിനുശേഷം ശ്വാസ സൗണ്ട് വരുന്നു. റേസ്റ്റ് റ് ഉണ്ട്. അപ്പോൾ വെദർ വ എ ദ എ ർ വെദർ. വീണ്ടും ഈ എ സ്വരത്തോടു കൂടിയുള്ള ഹോമോഫോൺസ് ഉണ്ട്. നമുക്കതിലൂടെ ഒന്ന് പോവാം. ബ്രെഡ് ബ ർ എ ഡ് ബ്രെഡ്. ബ്രീഡിൻ്റെ V2 V3 ആണത്. ബ്രെഡ്. വീണ്ടും നമ്മൾ സാധാരണ ഭക്ഷിക്കുന്ന ബ്രെഡ്. ലീഡിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ്. ലെഡ്. വീണ്ടും ലെഡ് ഉള്ള എന്താണ്? മെറ്റൽ. ലെഡ്. ലെൻറ്റ്. ലെൻറ്റിൻ്റെ V2 V3 ആണ്. ലെൻറ്റ്. വീണ്ടും ലെൻറ്റ്. ലീനിൻ്റെ ലീൻ ചെയ്യുക. അപ്പോൾ ലീനിൻ്റെ V2 V3 ആണ് ലെൻറ്റ്. നെക്സ്റ്റ് വന്നിട്ട് റെഡ്. കളർ റെഡ്. വീണ്ടും വരുന്ന READ എന്നാണ് റെഡ്. അല്ലേ, V2 V3 ഓഫ് റീഡ് റെഡ്. വീണ്ടും സെൻറ്റ്. സെൻറ്റിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ് സെൻറ്റ്. വീണ്ടും സെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. CENT. ഒരു ഡോളറിൻ്റെ 0.01 ആണ് ഈ സെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റ് നോക്കുക, ഗുഡ് സ്മെൽ അല്ലെ നാച്ചുറൽ സ്മെല്ലാണ്. ദ സ്വീറ്റ് സെൻറ്റ് ഓഫ് എ റോസ്. ആ സെൻറ്റാണ് ഇവിടെ ഉള്ളത്. സെൻറ്റ് സ് എ ന് ട് സെൻറ്റ്. അടുത്തത് വെദർ വ എ ദ എ ർ വെദർ. അത് നമ്മുടെ ഒരു കണക്ടറാണ്, അല്ലെങ്കിൽ കൺജങ്ഷനായിട്ട് വരുന്നതാണ്.
വെദർ. വീണ്ടും അടുത്ത വെദർ എന്താണ്? നമ്മളുടെ ഭൂമിയിൽ മേലുള്ള ആ കാലാവസ്ഥയുടെ വ്യത്യാസം. ഒരു മലയുടെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് ദ വെദർ ചേഞ്ചസ് ഓഫ് ആൻഡ് ഡൗൺ. ആ വെദറാണിത്. വ എ ദ എ റ്. ഇപ്പോൾ വ ഉണ്ട്, എ ഉണ്ട്, ദ ഉണ്ട്, ടി എച്ച്, എ ശ്വാസൗണ്ട്, റ് വന്നിട്ട് റേസ്റ്റ് ആണ്. അത് നമുക്ക് കുറച്ച് പറയാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. സോ വെദർ. അപ്പോൾ ഇത് നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസം വരുമ്പോഴത്തേക്കും ആ സ്വരം അതേപോലെ നിൽക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് വാക്ക് പഠിക്കാൻ പറ്റും, സ്പെല്ലിങ് പഠിക്കാൻ പറ്റും, അതിൻ്റെ വെച്ച് അത് ശരിക്കുള്ള ഉച്ചാരണം വായിക്കാനും പറ്റും. താങ്ക് യു സോ മച്ച്.